ആ വാർത്ത എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ എന്താണ് BJP അങ്ങ് എടുക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് പുതിയ വാർത്ത. കാരണം അവിടെ എനിക്ക് തോന്നുന്നത് എന്താണ് ചന്ദ്രശേഖരൻ്റെ ഒരു എന്താണ് മാനേജറിയൽ പൊളിറ്റിക്സ്, ഒരു മാനേജ്മെൻറ്റ് പൊളിറ്റിക്സ് ആക്ടിവേറ്റ് ചെയ്തു രാജീവ് ചന്ദ്രശേഖരൻ്റെ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പൊളിറ്റിക്സ് അവിടെ പ്രയോഗിക്കാനായിട്ട് ആരംഭിച്ച സമയത്താണ് പെട്ടെന്ന് അവിടെ ഇക്വേഷൻസിനൊക്കെ വലിയ മാറ്റം വരികയും ഈ കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്നത് ചടുലമായി തീരുകയും ചെയ്തു. കാരണം വയ്യാൽ സംഗതി അപകടമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അത് അവസാനം ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷൗക്കത്താണ് സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണോ BJPയുടെ സ്ഥാനാർത്ഥിയാണോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ആര്യാടൻ ഷൗക്കത്ത് എന്നതാണ്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ, അനിൽ ആന്റണി ഇവരൊക്കെ BJPയിലേക്ക് പോയി. ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവിൽ കാണുന്ന ഒരു രീതിയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഉടൻ തന്നെ അടുത്ത പാർട്ടിക്കാർ വല വീശുമ്പോൾ ആ വലയിലേക്ക് കയറിപ്പോവും. ഇതൊരു സ്ഥിരം പരിപാടിയായി രാഷ്ട്രീയ പാർട്ടിക്കാർ. ഇപ്പോൾ സരിനൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സന്ദീപ് വാര്യർ ഇരിക്കാൻ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചെന്ന് കയറിയത്. എനിക്ക് സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം, ഇല്ലെങ്കിൽ മറ്റവർ എനിക്കായി ഇതാ കാത്തു നിൽപ്പുണ്ട്, ഞാൻ അവർക്ക് കൈ കൊടുക്കും എന്ന ഒരു രീതി വരുമ്പോൾ ഇവർക്കൊക്കെ എന്ത് പാർട്ടി സ്നേഹമാണ് ഇവർക്കൊക്കെ ഉള്ളത്?